ഇട്ടിട്ട് ചന്തി കുലുക്കി കളി, റോഡായ റോഡിൽ പച്ചപ്പകലിൽ. നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുലുക്കി കളികൾ പോലും ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരും. എന്തുകൊണ്ട്? നേതാക്കന്മാര് വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ ഇതാണ് കളി. ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത്? എന്ത് പറയും? ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് മാത്രം ബാധകമല്ല. മലബാറിലെ കല്യാണത്തിന് മാനദണ്ഡം ആകെ കോണിക്ക് വോട്ട് ചെയ്യോ അരിവാളാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. ഞങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ലീഗുകാരനാണ്, കോണിക്ക് വോട്ട് ചെയ്താണ്. ഇത് കോണിക്ക് വോട്ട് അടയാളാണത്. വല്ലാഹിൽ അലീം റബ്ബാണ്, ഞാൻ കോണിക്ക് വോട്ട് ചെയ്ത അടയാളമാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ കൂടുതലാണ്. പിന്നെ വിമർശിക്കണം. എന്തുകൊണ്ടാണ് വിമർശിക്കും? അത് സ്വോദ്ദേശപരമായ വിമർശനമാണ്. ഇത് തകരാൻ വേണ്ടിയല്ല. തകരാനുള്ള വിമർശനം ഇങ്ങനെയല്ല. തകരാനുള്ള വിമർശനം വേറെയാണ്. ഞാനിത് വിമർശിക്കുന്നത് എന്താണ്? എനിക്ക് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്തകളെ മേത്തുള്ളമേ എൻ്റെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് എനിക്ക് മരിക്കണം. ഞാനിവിടെ എന്നുണ്ടാവല്ലോ. ഇവിടെ ഉലമാക്കളല്ലേ സംഘടന, അത് നന്നായി പോകണം. സയ്യിദന്മാർ നന്നായി പോകണം. അപ്പം എൻ്റെ കുട്ടികളെ അവരെ ഏൽപ്പിക്കാം. എൻ്റെ വാപ്പ അങ്ങനെ എന്നെ പഠിപ്പിച്ചു. വാപ്പാക്ക് സന്തോഷമായി മരിച്ചു. ഓനേതറിഞ്ഞ് പേക്കൂല എന്ന് സന്തോഷിച്ച് മരിച്ചതാണ്. എന്തുകൊണ്ട്? റൂട്ട് ക്ലിയറാക്കി. എൻ്റെ കുട്ടികൾ അങ്ങനെ ആയിട്ടില്ല, ഒക്കെ ചെറിയ മക്കളാണ്. അപ്പം ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചാൽ ഇവിടെ സമസ്ത ഇതിനെ സംരക്ഷിക്കണം. അതിന് സമസ്തയാകണം, നിലനിൽക്കണം. നമ്മളെ സാദാത്തുക്കൾ അത് ഏത് കബീലയാണെങ്കിലും, അത് ഷിഹാബി കബീലയായാലും ജിഫിരി കബീലയായാലും ഇനി ബുഖാരി കബീലയായാലും സുഹ്റവർദി കബീലയായാലും ആലവി കബീലയാണെങ്കിൽ ഇതൊക്കെ നമ്മളെ മഹാന്മാരായ നേതാക്കളാണ്. ഇതൊക്കെ ചെയ്താലും അവരെ ബഹുമാനിക്കണമെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇന്ന് ഈ വിശദീകരണം ചെയ്യേണ്ടി വന്നത്. തങ്ങന്മാരെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചാടുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വന്ന ചില മെസ്സേജുകൾ, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇതൊന്നും പറയാൻ എനിക്ക് ഉദ്ദേശമില്ല. എൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയൂല. ഞാൻ ഇപ്പോഴും പറഞ്ഞ അവരെ ബഹുമാനിക്കണം. അവർ ഔലാദു ഫാത്തിമ, ഒരു ഫാത്തിമാവിൻ്റെ മക്കളാണ്. ഔലാദു ഹസൻ, ഔലാദു ഹുസൈൻ, ഹസൻ ഹുസൈൻ അവരെ മക്കളാണ്. അവരല്ലാതെ ആരാ നമ്മളെ കുട്ടികളെ നന്നാക്കുക? അവര് നമ്മളെ എൻ്റെ ബാപ്പ മരിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മഹാന്മാരായ സാദാത്തുക്കളോട് വലിയ ബന്ധം, വലിയ അലിമ്യങ്ങളോട് ബന്ധം ഉള്ള ഒരു മകനെ ഇവിടെ വിട്ടേച്ച് പോവുകയാണ്. അപ്പോൾ ബാപ്പാക്ക് സന്തോഷം കാണുമ്പോൾ നാശാവൂല. അതേ സമയത്ത് ഈ നില അധികരിച്ചാൽ നമുക്ക് പിന്നീട് നമ്മളെ കുട്ടികളോട് എന്ത് പറയേണ്ടി വരും? അവരെ കണ്ട് പഠിക്കരുത് കേട്ടോ എന്ന് പറയേണ്ടി വരും. പിന്നെ ആരെ കണ്ടു പഠിക്കാനാ പറയാ? നമ്മളൊരു മനുഷ്യന് വേദന എന്താ മനസ്സിലാക്കാത്ത? ഒരു മനുഷ്യനെ നശിപ്പിക്കാനും നാശം ഉണ്ടാക്കാനുള്ള വിമർശനം ഇങ്ങനെയാണോ? നിങ്ങൾ ഞങ്ങളെ ഫണ്ടിനെ വിമർശിച്ചില്ലേ? എടോ, ഞാനത് വിമർശിക്കും. എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. തമ്മിൽ ഭിന്നത തുടങ്ങിയാൽ സമ്പത്തിൽ കളിക്കാൻ പാടില്ല. അത് ഭിന്നത വർദ്ധിപ്പിക്കും. അത് റുഷ്ദാണ്. അത് നിങ്ങൾ എഴുതി വെച്ചോളി പറഞ്ഞ കാര്യം. തമ്മിൽ ഉള്ളിൽ ഭിന്നത തുടങ്ങിയാൽ പിന്നെ സമ്പത്തിൽ കളിക്കരുത്. ഒരു കച്ചവടത്തിന്റെ പാർട്ട്ണർമാർക്കിടയിൽ അഭിപ്രായക്കേടുണ്ടെങ്കിൽ പിന്നെ കച്ചവടം കൂട്ടാനല്ലോ. കച്ചവടം കൂടുന്നതിനനുസരിച്ച് അവർക്കിടയിലുള്ള ഭിന്നത കൂടും. ഈ ഫണ്ട് കൊണ്ട് നിങ്ങൾ നിന്ന് തല്ലും. എഴുതി വെച്ചോളി, നിങ്ങൾ ഈ ഫണ്ട് കൊണ്ട് നിന്ന് തല്ലും. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയിപ്പിച്ചതാണ്. ഇപ്പോൾ ഓരോരുത്തർ സോഷ്യൽ മീഡിയ എഴുതി വിടുക, നമ്മളെ ഫണ്ടിനെ ഞങ്ങൾ വിമർശിച്ചത്. എടാ, ഇതൊക്കെ നിനക്ക് റുഷ്ദില്ലാത്തത് കൊണ്ടാണ്. റുഷ്ദാണ്. എനിക്കിതിവിടെ നിലനിൽക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ചായ കുടിക്കുന്ന ആളല്ല. ഞാൻ ഇതിൻ്റെ ഒക്കെ മാറി നിൽക്കുക. എന്തിന്? പുറത്ത് ഇതിനെ സംരക്ഷിക്കാൻ. ഇത് പിന്നെ പുറത്തുനിന്ന് കണ്ട് ഞാൻ പറയും. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുബന്ധത്തെ ഞാൻ വിമർശിച്ചില്ലേ? അത് ഞാൻ വിമർശിക്കും. എന്തുകൊണ്ട്? ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുബന്ധം UDF വൻ നഷ്ടം ഉണ്ടാക്കും എന്നല്ല, കേരളത്തിലെ സാമൂഹിക സ്ഥിതി പോലും മാറും. 10% വർഗീയവാദികളില്ലാത്ത കേരളത്തിൽ വലിയൊരു ശതമാനവും ജനാധിപത്യ വിശ്വാസികളാണ്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ. അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടുകൂട്ടി അവരെന്ന് പറഞ്ഞാൽ ആരാ? അതും ജമാഅത്തിനെ അറിയാത്തവരാരാ? ജമാഅത്ത് ഇന്ത്യൻ സർക്കാരിനോട് സഹകരിക്കുന്നത് ഹറാമാണെന്ന് എഴുതി വെച്ച ജനതയാണ്. അവരെ നമ്മുടെ സാമൂഹിക ഘടനയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ വർഗീയത വളരും. ഈ നിലക്ക് മുന്നോട്ട് പോയാൽ വളരെ സമീപമായൊരു ഭാവിയിൽ കേരളം വർഗീയവാദികൾ ഭരിക്കും.
നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ യോജിച്ച് നിൽക്കണം. അതിൽ മതമൊന്നുമില്ല. ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം എല്ലാവരും യോജിച്ച് നിൽക്കണം. എന്തുകൊണ്ട്? വർഗീയത വളരരുത്. വർഗീയത വളർന്നാൽ കേരളം വർഗീയത ഭരിക്കും. വർഗീയത കേരളം ഭരിച്ചു കഴിഞ്ഞാലോ വലിയ നഷ്ടം സംഭവിക്കും. ഞാൻ ഈ മിഞ്ഞാത്ത പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ക്ഷയിക്കുന്നതിനെ എനിക്ക് ഭയാണ്. എന്തുകൊണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷയിച്ചാൽ അതിൻ്റെ ലാഭം എടുക്കുക വർഗീയവാദികളായിരിക്കും. അത് പ്രശ്നം ഇതെന്നൊക്കെ മനസ്സിലാക്കണം. അതിനർത്ഥം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണോ? അതും ചിലപ്പോൾ ആവശ്യമാണ് ഈ സമൂഹത്തിൽ. നമ്മുടെ ബാലൻസ്, നമ്മുടെ കേരളത്തിന്റെ ബാലൻസ് നിലനിർത്തിയത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി നിന്നു, കോൺഗ്രസ് കൃത്യമായി നിന്നു, ലീഗ് അവരുടെ കൂടെയും നിന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു സാമൂഹിക ഘടന രൂപപ്പെട്ടു വർഗീയതക്കെതിരെ. അതേ സമയത്ത് എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞ് നമ്മളുടെ ഘടന മാറ്റിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ആകെ ചില്ലറ വോട്ടാ അവർക്കുള്ളത്. ഇതിനവരെ കൂടെ കൂട്ടുന്നത്. അങ്ങനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ നഷ്ടം സംഭവിക്കും. നമ്മുടെ സാമൂഹിക ഘടന തകരും. എന്ത് വർഗീയവാദികൾക്ക് സാധുക്കളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറഞ്ഞ് പറ്റിച്ച് വർഗീയതയിലേക്ക് ചേർക്കാൻ ഇതൊരു കാരണമാകും, ഇതൊരു ടൂളാവും. അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? എനിക്കിതൊക്കെ എന്തൊക്കെ ഞാൻ വിമർശിക്കണില്ലല്ലോ. ഞാൻ വിമർശിക്കുന്ന സാമൂഹിക ഘടനയെ തകരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങന്മാർ തകരാൻ പാടില്ല, നശിക്കാൻ പാടില്ല. അവരെ വിമർശിക്കാൻ ഇവിടെ പണ്ട് വിമർശിച്ചിട്ടില്ല. പണ്ട് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞില്ലേ, ബാങ്കിൽ ഒരാൾക്ക് ജോലി വേണം എന്ന് പറഞ്ഞ് പൂക്കോയപ്പാപ്പാൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ചായ കൊടുത്തിട്ട് ഇറക്കിയിട്ട് ഗോയിറ്റിനെ പുറത്താക്കി നിന്നോട് അടക്ക കൊണ്ട് ബാപ്പാജി എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ബാങ്കിൽ ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പൂക്കോന്റെ വാതിൽക്കൊക്കെ എഴുതി. എന്നോട് ബാപ്പാജി പറഞ്ഞു നമുക്ക് ആ ജോലി കിട്ടിയില്ലാത്ത വിഷം ഉണ്ടായി. പക്ഷെ ഞങ്ങൾ നേതാവിൽ ഞങ്ങൾക്ക് അഭിമാനം. അത്രയും ദീനിയായ നേതാവാണല്ലോ ഞങ്ങളുടെ നേതാവ്. ആ നേതാവിനെ എന്തിനു വിമർശിക്കണം? പണ്ടൊന്നും തങ്ങന്മാരെ വിമർശിച്ചിട്ടില്ല. നിങ്ങൾ ഇന്റെ കുറ്റത്തിൽ വിചാരണ്ട, നിന്റെ കുറ്റത്തിൽ ഞാനും എൻ്റെ റബ്ബ് നമ്മിലേക്കോളാം. നിന്റെ സ്വർഗം നൽകും നിങ്ങൾ തീരുമാനിക്കണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ മൂപ്പർക്ക് സ്വർഗത്തിൽ പോയേ മതിയാവും. അങ്ങനെ നിങ്ങൾ ഇറങ്ങാറണ്ട. അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എൻ്റെ റബ്ബും ഞാൻ എന്തിനാ പറഞ്ഞ റബ്ബിനറിയണം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പ്രസ്ഥാനങ്ങൾ, സമസ്ത, ലീഗ് ഇതൊക്കെ നഷ്ടപ്പെട്ട ഇവിടെ സമൂഹം തകർന്നു പോകും. അതിന് ഏറ്റവും നല്ല മാതൃക ഇന്നലെ നമുക്കിവിടെ സമൂഹത്തെ നന്നാക്കിയെടുക്കണം. ഈ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചു, സമൂഹം നന്നാക്കിയെടുക്കാൻ ഒരു വയലും പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കൾ നല്ല നിലച്ച് ജീവിച്ചാൽ അനുയായികൾ നന്നാവും. കാന ഖലീലൽ കലാം, സംസാരം വളരെ കുറഞ്ഞ നേതാവിൻ്റെ അനുയായികളെ നമ്മൾ. ലോകം കണ്ട മുട്ടാളന്മാർ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ നന്നായി. വയലുണ്ടായിരുന്നു മദീനത്തും മക്കത്തും. ദിവസം നേരം വെളുക്കോളം വയലുണ്ടായിരുന്നു. ലേലം പൊളിയും വയലും ഉണ്ടായിരുന്നു മദീനത്തും മക്കത്തും. ഇല്ല, ഒരു മനുഷ്യനായപ്പോൾ അവർ അപ്പൊ ജനങ്ങൾക്ക് മാറിക്കാൻ കഴിഞ്ഞില്ല. ലക്ഷക്കണക്കിന് കോടാനക്കോടി ജനങ്ങൾക്ക് ഇന്ന് നേരം എടുത്തിട്ട് എന്താ പണി? ആ മനുഷ്യന്റെ മാത്രം പറയലല്ലേ. ഇപ്പൊ നമ്മളിവിടെ എന്തിനാ ഇരിക്കണേ? പറയാ 1400 ചില്ലാനം കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ ഒരു മനുഷ്യന്റെ മാത്രം ഇപ്പോഴും പറഞ്ഞിട്ട് തീർന്നിട്ടില്ല. നമ്മളാരെയും ആ മനുഷ്യനെ കണ്ടിട്ടില്ല. കാണേണ്ടതുണ്ടോ? നമ്മളെ കൊതിയാണ് കാണുന്നത്. എന്താ അത്ര നല്ല മനുഷ്യനാണ്. നേതാവ് നന്നാവുക എന്നതിനേക്കാൾ വലിയ പ്രബോധനമൊന്നും നടക്കാനില്ല. നേതാവ് നന്നായാൽ, ഇല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറയാം, വരേണ്യവർഗങ്ങൾക്ക് വേറെ നിയമം, സാധുക്കൾക്ക് വേറെ നിയമം. വേറെ നിയമം. സാധുക്കളെ പേര് കല്യാണത്തിൻ്റെ ഇടയിൽ ഒരു പാട്ടുണ്ടായ ഓനമയലെന്ന് പുറത്താക്കും. തങ്ങന്മാരും വലിയ വലിയ വീടുകളിലൊക്കെ വലിയ കോർപ്പറേറ്റുകൾ വീട്ടിൽ ചന്തി കുലുക്കി കളിയും പാട്ട് കയ്യോട്ടി പാട്ടുണ്ടായ അതിന് പ്രശ്നമൊന്നുമില്ല. അവിടെ എല്ലാവരും ചോറ് തിന്ന് മൂല്യന്മാരും തങ്ങന്മാരും പല്ലുകുത്തി പോരുക. അതിനൊരു വിരോധമില്ല. അങ്ങനെ ആയാൽ ഇവിടുത്തെ ഒരു യൂത്ത് ഉണ്ട്. ആ യൂത്തിന് തോന്നും ഇതൊരു ക്രീമിലെയർ മത, വലിയൊരുക്കൊരു നിയമവും ചെറിയൊരു വേറെ നിയമം. ഈ കുടുംബത്തിൽ നിന്ന് നിരീശ്വരവാദികൾ ഉണ്ടായാൽ ആരാ ഉത്തരവാദി? അല്ലെങ്കിലും ഇവിടെ ഈ അടുത്ത കാലത്ത് ഇസ്ലാം എന്ന് പുറത്തുപോയ എക്സ് മുസ്ലിം പറഞ്ഞത് പടച്ചോന്റെ കുറ്റമല്ല. ആരെ കുറ്റാണ്? മത നേതാക്കന്മാരെ കുറ്റം.
ഉസ്താദുമാരെ കുറ്റം, തങ്ങന്മാരെ കുറ്റം, മദ്രസ മാലിമിന്റെ കുറ്റം. അതല്ലേ പറഞ്ഞ് പറ. എക്സ് മുസ്ലിമിന്റെ പ്രഭാഷണം നോക്ക്. അവർ അള്ളാന്റെ കുറ്റല്ല പറഞ്ഞേ, അള്ളാഹുവിന്റെ കുറ്റല്ല അവർ പറഞ്ഞ. അള്ളല്ല എന്നുള്ളതിന് ഒരു തെളിവ് ഇന്നോരെ കയ്യിലില്ല. അള്ളാഹു ഇല്ല എന്നതിന് ഈ എക്സ് മുസ്ലിമിന് ഇന്നും ഒരു തെളിവില്ല അവരുടെ കയ്യിൽ. എന്താ പ്രശ്നം? മതനേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പ്, മതപണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും ഇരട്ടത്താപ്പ്. അപ്പൊ അവര് നന്നായാൽ ഒരു ജനത നന്നാവും. സാധുവിനെ പരിഗണിക്കണം. ഞങ്ങൾ എന്തിനും അതീതരാണെന്ന് വിശ്വസിക്കരുത്.